ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വലിയ ശല്യക്കാരായ എലിയെയും പല്ലിയെയും പാറ്റയൊക്കെ തുരത്താൻ പറ്റുന്ന 3 ടിപ്സുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്കിന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലിയെയും പല്ലിയെയും പാറ്റയും ഒക്കെ തുരത്തി ഓടിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുരുമുളക് ഇല വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഇല വെച്ചിട്ടാണ് ഞാനിന്ന് 3 ടിപ്സും ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു ഇലയും 2-3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പല്ലിയെയും പാറ്റയും എലിയൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് ആട്ടി ഓടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇല ഉപയോഗിച്ച് 3 രീതിയിൽ നമുക്ക് എലിയൊക്കെ മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള 4 ഇലയിൽ നിന്ന് 1 ഇല എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഇടികല്ലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം 1.5 ഇലയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇടികല്ലില്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് അത്രയും ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് കുത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് പെട്ടെന്നൊന്ന് ചാഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല പോലെ എനിക്കത് ചതഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിത് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വശത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇത്രയും ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ളതാണ്, വലിച്ചെറിയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഇതുപോലെ എക്സ്പയറി കഴിഞ്ഞതൊന്നും ഇല്ല എങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തന്നെ നിങ്ങൾ എടുക്കുക. എൻ്റെ കയ്യിൽ അതുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്പയറി ആയിട്ടുള്ളത് എടുത്തത്. ഈ ഒരു ഗോതമ്പ് പൊടി 3 മെത്തേഡിനായിട്ടാണ് കേട്ടോ അത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആ കട്ട പിടിച്ചിട്ടുള്ള ഭാഗം എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് എനിക്ക് അതിൽ നിന്ന് കട്ട പിടിച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഒഴിവാക്കാം. ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോപ്പ് പൊടി ഇല്ല എങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സോപ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം സോപ്പ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈവച്ചത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സോപ്പ് പൊടിയുടെ അംശം ഒരു ഗോതമ്പ് പൊടിയുടെ എല്ലാ വശത്തേക്കും ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ സോപ്പ് പൊടിയുടെ ഇതുപോലെയുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സോപ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വെള്ളം നല്ലപോലെ ലൂസായി കഴിഞ്ഞാൽ അത് പതഞ്ഞ് നമുക്കൊരിക്കലും ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല ടൈറ്റായിട്ടുള്ളൊരു ബോളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എലിയെ ആകർഷിക്കാനായിട്ട് കുറച്ച് നെയ്യിൻ്റെ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നെയ്യ് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല എലിയെ ആകർഷിക്കുന്ന എന്തും നിങ്ങൾക്ക് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ഡവാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് പെർഫെക്റ്റ് റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു ഡൗ ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഉരുളകളാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൗ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കവറാണ്. ആ കവറിൻ്റെ ഉൾവശത്ത് ഞാൻ അല്പം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് പരന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഉരുള എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കൈൻ്റെ ഉള്ളൻ ഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടും. അപ്പോൾ ഒരുപാടൊന്നും നമുക്കിത് പരന്ന് കിട്ടണ്ട, കുറച്ച് ഒന്ന് പരന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഫസ്റ്റത്തെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇനി ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. മാത്രമല്ല സോപ്പ് പൗഡറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടാണുള്ളത്. ഇനി ഇതിനുള്ളിലേക്കാണ് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ ലീഫ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡോ ഡിറ്റർജൻറ്റോ ഷാമ്പുവോ ഹാർബിക്കോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സോപ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ ഒരു ഉരുളയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ലൊരു തിക്കായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ആ ഒരു മിക്സ് പുറത്തേക്ക് വരികയില്ല. എന്നാൽ ആ ഒരു മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുകയും വേണം. അപ്പോൾ ഒരു ഉരുള ഞാനിതുപോലെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. രണ്ടാമത്തെ ഞാൻ പരത്തിയതിന് ശേഷം കൈയിൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ചെറിയൊരു കുഴിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്കാണ് പിന്നെ ഞാൻ നേരത്തെ വെച്ച് കൊടുത്ത പോലെ കുരുമുളകിൻ്റെ ഇല ചതച്ചതും സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് കൈയിൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ട് ഈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഈ രണ്ട് ഉരുളയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിലുള്ള എലിയെ മുഴുവനായിട്ട് ആകർഷിക്കാനായിട്ട് ഈ ഒരു ഡവിലൊരു കുഞ്ഞ് സൂത്രപ്പണി കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ രണ്ട് ഉരുള ഉണ്ടല്ലോ, അത് ഈ ശർക്കരയുടെ ഈ ഒരു മിക്സിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ശർക്കരയുടെ സ്മെല്ലൊക്കെ കാരണം എലി പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സോപ്പ് പൗഡർ ആയാലും ഈ കുരുമുളകിൻ്റെ ലീഫായാലും എലിയെ ദോഷകരമായിട്ട് ബാധിക്കുകയും കഴിച്ച എലി പൂർണ്ണമായിട്ട് ചത്തുപോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ രണ്ടും ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എലിയെ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഒറ്റ തവണ നമ്മളിത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എലിശല്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളകിൻ്റെ ലീഫ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ഇല കൂടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഈ ഒരു പുറം ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നത് ഹാർബിക്കാണ്. അപ്പോൾ ഹാർബിക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇലയുടെ പുറം ഭാഗത്തായിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേട്ടോ, ഇത്രയും ഹാർബിക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു കോല് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇതിൻ്റെ പുറം ഭാഗങ്ങളിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ കയ്യിൽ 2 കവർ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഇലയുടെ ഭാഗത്തെല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ബേക്കറി ഉണ്ടല്ലോ, നമ്മൾ ബേക്കറിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിയിൽ വരുന്ന പൊട്ടും പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നുകൂടെ ഒന്ന് പൊടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഇലയുടെ മുകളിലേക്കായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ബേക്കറി നമ്മൾ ഹാർബിക്കാക്കി കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു വശത്തെല്ലാമായിട്ട് ഞാനിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ലീഫിൻ്റെ സൈഡുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ബേക്കറിയുടെ പൊട്ടും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് മടക്കിയെടുക്കാനുള്ളൊരു ഭാഗമായതുകൊണ്ടാണ് ആ ഒരു വശത്തൊന്നും ഞാനത് ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ആവശ്യമില്ല, ഞാൻ 2 കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് പൊടിച്ച് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിൽ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആ ഒരു ബേക്കറി പൊടിയുടെ മുകളിലേക്കായിട്ട് ബേക്കറി പൊടി എവിടെയൊക്കെ ഉണ്ടോ ആ ഒരു വശത്തെല്ലാം ആവുന്ന വിധത്തിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് കണ്ടോ 2 സൈഡും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലൊന്നും ആക്കി കൊടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് ഇടികല്ലിൻ്റെ പുറംവശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമുക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിതൊന്ന് കുത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ അമുക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കിത് വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്നിട്ട് പല്ലിശല്യമൊക്കെ കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല്ലിശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇനി മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് മിക്സ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 650ൻ്റെ പാരസെറ്റാമോൾ ഡോളോ ആണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ഡോളോ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 500ൻ്റെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ 1.5 എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നേരത്തെ ചെയ്ത പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളമാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതാട്ടോ ഇത്രയും ലിക്വിഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ ഇല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലും ഇതുപോലെ കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് എടുക്കാം. ടിപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡി തന്നെയാണ്. അപ്പോൾ ഞാനിതാട്ടോ ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് എലിശല്യം ആയാലും പല്ലി ശല്യം ആയാലും കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ശർക്കരയുടെ ഒരു ഇതാക്കി കൊടുത്തല്ലോ, അതുപോലെ തന്നെ ആ ചിരകിയെടുത്തതിൽ ഞാൻ ഈ ഓരോ ഉരുളയും ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കുരുമുളകിലയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എലിയെയും പല്ലിയെയും ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന 3 ഐഡിയാസാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു 3 ഐഡിയാസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഏത് ഭാഗത്താണോ എലിശല്യം ആയാലും പല്ലിശല്യം ആയാലും കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ലിഡിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലയിലോ ആക്കിയിട്ടോ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.